ഗവൺമെൻറ് VHSS ഫോർ ദ ഡെഫ് ജഗതി സ്കൂളിലെ VHSC സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ് പാർട്ട് 3. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3. ഇന്ന് പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് അപ്ലൈ ചെയ്യുന്നത് എവിടെ എന്നാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ്. അതിൽ ഒന്നാമത് പഠിക്കാനുള്ളത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് അറിയാമെങ്കിൽ, തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിൾ നോക്കാം. ഇതാണ് വെർട്ടിസസ്. വെർട്ടിസസ് H1 Y1, H2 Y2, S3 Y3 അറിയാമെങ്കിൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. പെയിൻറ് അടിക്കാനൊക്കെ ഏരിയ അറിയേണ്ടതുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു റീജിയൻ പെയിൻറ് അടിക്കുന്നതിന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് H1 Y1, S2 Y2 and S3 Y3 is delta equal to 1 divided by 2 into determinant first row H1 Y1 1, second row S2 Y2 1, third row S3 Y3 1. മനസ്സിലായോ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 1, 0, 6, 0 and 4, 3. ആദ്യം ഫോർമുല എടുത്ത് എഴുതണം. ഡെൽറ്റ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ H1 Y1 1, സെക്കൻഡ് റോ S2 Y2 1, തേർഡ് റോ S3 Y3 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ എങ്ങനെ വരും? ഒന്നാമത്തെ കോർഡിനേറ്റ് നോക്കണം. അതിൽ നിന്ന് വില കൊടുക്കാം. ദാറ്റ് ഈസ് 1 0 1. അടുത്ത് സെക്കൻഡ് റോ എങ്ങനെ വരും? രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കണം. ദാറ്റ് ഈസ് 6 0 1. അടുത്ത് തേർഡ് റോ എങ്ങനെ വരും? മൂന്നാമത്തെ കോർഡിനേറ്റ് നോക്കണം. അതിൽ നിന്ന് വില കൊടുക്കാം. ദാറ്റ് ഈസ് 4 3 1. ഒരു 3/3 ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുന്നതിന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? ആദ്യം എടുക്കേണ്ട നമ്പർ ഏതാണ്? ആദ്യം ഫോർമുലയിലുള്ള 1/2 ബ്രാക്കറ്റിൽ ഫസ്റ്റ് എടുക്കേണ്ട നമ്പർ 1. 1 ഉള്ള റോ ഡിലീറ്റ് ചെയ്യണം, കോളം ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എടുത്ത് എഴുതണം. ഡിറ്റർമിനൻറ്റ് 0 1 3 1. അടുത്ത് പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. എടുക്കേണ്ട നമ്പർ ഏതാണ്? 0. 0 ഉള്ള റോ ഡിലീറ്റ് ചെയ്യണം, കോളം ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എടുത്ത് എഴുതണം. ഡിറ്റർമിനൻറ്റ് 6 1 4 1. അടുത്ത് പ്ലസ്. എടുക്കേണ്ട നമ്പർ 1.
1 ഉള്ള കോളം ഡിലീറ്റ് ചെയ്യണം, റോ ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എടുത്ത് എഴുതണം. ഡിറ്റർമിനൻറ്റ് 6, 0, 4, 3 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ബ്രാക്കറ്റിൽ 1 ഇൻറ്റു സിമ്പിൾ ബ്രാക്കറ്റ് ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 1. അടുത്ത് മൈനസ് 0. 0 ഇൻറ്റു എനി നമ്പർ 0. ദെയർഫോർ ബാക്കിയുള്ള എലിമെൻറ്റ്സ് ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതണ്ട. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആകും. അടുത്ത് പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു 0 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ബ്രാക്കറ്റിൽ ആദ്യം 0 മൈനസ് 3 മൈനസ് 0 പ്ലസ് 1 ബ്രാക്കറ്റിൽ 18 മൈനസ് 0 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ബ്രാക്കറ്റിൽ മൈനസ് 3 പ്ലസ് 18. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. ഇവിടെ 15 ഡിവൈഡഡ് ബൈ 2. ഏരിയ ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ് എഴുതണം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ 11. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് കോർഡിനേറ്റ്സ് 2,1, അടുത്ത കോർഡിനേറ്റ് 4,1, അടുത്ത കോർഡിനേറ്റ് 1,1. ആദ്യം ഫോർമുല എടുത്ത് എഴുതണം. ഡെൽറ്റ ഈക്വൽ ടു 1 divided by 2 first row, x1 y1 1, second row s2 y2 1, third row s3 y3 1 equal to 1 divided by 2. Determinant ഫസ്റ്റ് റോ എന്ത് വരും? ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കണം. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ കോർഡിനേറ്റ് 2,1, ദാറ്റ് ഈസ് ഫസ്റ്റ് റോ 2, 1, 1. അടുത്ത് സെക്കൻഡ് റോ രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കണം, ദാറ്റ് ഈസ് 4, 1, 1. അടുത്ത് തേർഡ് റോ എന്ത് വരും? മൂന്നാമത്തെ കോർഡിനേറ്റ് നോക്കണം, 1, 1, 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ബ്രാക്കറ്റിൽ ഫസ്റ്റ് എടുക്കേണ്ട നമ്പർ ഏതാണ്? 2. ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളത്തിലുള്ള എലിമെൻറ്റ് 2. 2 എടുക്കുമ്പോൾ ആ റോ ഡിലീറ്റ് ചെയ്യണം, കോളം ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എടുത്ത് എഴുതണം. ഡിറ്റർമിനൻറ്റ് 1, 1, 1, 1. അടുത്ത് മൈനസ് എടുക്കേണ്ട എലിമെൻ്റ് ഏതാണ്? 1. 1 ഉള്ള ആ കോളം ഡിലീറ്റ് ചെയ്യണം, റോ ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എഴുതണം. ഡിറ്റർമിനൻറ്റ് 4, 1, 1, 1. അടുത്ത് പ്ലസ് എടുക്കേണ്ട നമ്പർ ഏതാണ്? 1. 1 ഉള്ള കോളം ഡിലീറ്റ് ചെയ്യണം, റോ ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് എഴുതണം. ഡിറ്റർമിനൻറ്റ് 4, 1, 1, 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ 2 ഇൻറ്റു ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1. അടുത്ത് പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ
4 into 1 minus 1 into 1 equal to 1 divided by 2 ബ്രാക്കറ്റിൽ 2 into ബ്രാക്കറ്റിൽ 1 minus 1 minus 1 into ബ്രാക്കറ്റിൽ 4 minus 1 plus 1 into ബ്രാക്കറ്റിൽ 4 minus 1 equal to 1 divided by 2 ബ്രാക്കറ്റിൽ 2 into 0 minus 1 into 3 plus 1 into 3 equal to 1 divided by 2 ബ്രാക്കറ്റിൽ 0 minus 3 plus 3 equal to 1 divided by 2 into 0. Answer 0. ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയി. അത് എങ്ങനെ സംഭവിച്ചു? ട്രയാങ്കിളിൻ്റെ ഏരിയ ആൻസർ നമുക്ക് 0 കിട്ടി. 3 വെർട്ടിസസും സെയിം ലൈനിൽ ആണെങ്കിൽ ഏരിയ 0. 3 വെർട്ടിസസ് സെയിം ലൈനിലായാൽ ഏരിയ 0. 3 പോയിൻറ്റ്സ് സെയിം ലൈനിലാണെങ്കിൽ പറയുന്ന പേര് കൊളീനിയർ, അതായത് കൊളീനിയർ പോയിൻറ്റ്സ്. അതായത് 3 പോയിൻറ്റ്സ് സെയിം ലൈനിലുള്ള കൊളീനിയർ പോയിൻറ്റ്സ് ആവുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 0. That is, area of a triangle formed by 3 collinear points is 0. അത് റിസൾട്ടായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം. വീഡിയോയിലുള്ള ത്രികോണം ശ്രദ്ധിച്ചു നോക്കൂ. പോയിൻറ്റ്സ് സെയിം ലൈനിൽ ആയപ്പോൾ ഏരിയ എങ്ങനെ ചേഞ്ച് ചെയ്തു? ഏരിയ ഈക്വൽ ടു 0. മനസ്സിലായോ? അതുപോലെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ അതിനെ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. സിംഗുലാർ മെട്രിക്സ്. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആകുമ്പോൾ സിംഗുലാർ മെട്രിക്സ്. ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിനെ നോൺ സിംഗുലാർ മെട്രിക്സ് എന്നും പറയും. ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലാർ മെട്രിക്സ്. അതും ഓർമ്മിച്ച് വയ്ക്കണം. ഇന്ന് 4 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതുപോലെ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആവുകയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു 0. സെയിം ലൈനിലുള്ള പോയിൻറ്റ്സിനെ പറയുന്ന പേരാണ് കൊളീനിയർ പോയിൻറ്റ്സ്. അടുത്ത 3ാമത് സിംഗുലാർ മെട്രിക്സ്. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ദാൻ സിംഗുലാർ മെട്രിക്സ്. ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ദാൻ നോൺ സിംഗുലാർ മെട്രിക്സ്. മനസ്സിലായോ? അടുത്ത് ഹോംവർക്ക്. ക്വസ്റ്റ്യൻ 12. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് കോർഡിനേറ്റ് 1,0, അടുത്ത കോർഡിനേറ്റ് 6,0, അടുത്ത കോർഡിനേറ്റ് 4,3. ക്വസ്റ്റ്യൻ 13. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് കോർഡിനേറ്റ് 3,8, അടുത്ത കോർഡിനേറ്റ് -4,2, അടുത്ത കോർഡിനേറ്റ് 5,1. ക്വസ്റ്റ്യൻ ഈസിയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കണം. താങ്ക് യു.